ഹലോ ഫ്രണ്ട്സ്, ജെമിനി പൂ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ നമ്മുടെ സച്ചി ആകെ വിഷമിച്ചൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ സച്ചിയെക്കുറിച്ചിട്ടുള്ള ഒരു സത്യം, സച്ചി ഒരു വലിയ തെറ്റ് ചെയ്തെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നമ്മുടെ ചന്ദ്ര ഇപ്പോഴും സച്ചിയെ വെറുത്തുകൊണ്ടിരിക്കുന്നത്. അതേസമയം ആ തെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ സുധിയാണെന്ന് മനസ്സിലാക്കുകയാണ് ചന്ദ്ര. അത് മറ്റാരുമല്ല, നമ്മുടെ അച്ചമ്മ വന്നിട്ട് തന്നെ കാര്യങ്ങളൊക്കെ അവിടെ പറയുകയാണ്. അപ്പോൾ ഈ സത്യം അങ്ങ് അറിഞ്ഞു കഴിയുമ്പം നമ്മുടെ ചന്ദ്രയുടെ മനസ്സങ്ങ് മാറുക. ചന്ദ്രയാണെങ്കിൽ സച്ചിയെ ചേർത്ത് പിടിക്കുകയും സുധിയെ പഞ്ഞിക്കിടുകയും ചെയ്യാൻ കേട്ടോ. ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ സച്ചി ആകെ വിഷമത്തിലാണ് കേട്ടോ. ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിക്കോളാൻ പറഞ്ഞിരിക്കുകയാണ് സുധി. അത് സച്ചിക്ക് ഭയങ്കര വിഷമായിരിക്കുക. സച്ചി ആകെ മൊത്തം വെള്ളം അടിച്ച് വന്ന് കരയുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, എന്നെ നേരത്തെ മുതലേ ഇവർ ഒഴിവാക്കിയതാ. എപ്പോഴും എന്നോട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിക്കോളാൻ പറയുന്നു. എന്നെ ഈ വീട്ടിൽ ചെറുപ്പം മുതലേ നിർത്തിയിട്ടില്ല, അച്ചമ്മയുടെ കൂടെയാണ് നിർത്തിയത്. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചിവിടെ വന്നിട്ടും ആരും എന്നെ അംഗീകരിക്കുന്നില്ല. നിങ്ങൾ പ്രസവിച്ച മോൻ തന്നെയല്ലേ ഞാൻ എന്ന് ചന്ദ്രയോട് ചോദിക്കുക സച്ചി. എന്നിട്ട് പറയുന്നുണ്ട്, അങ്ങനെയല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ പിന്നെ എന്നോടിങ്ങനെ അവഗണനയൊക്കെ കാണിക്കുമോ? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ? എനിക്കിതൊന്നും സഹിക്കാൻ വയ്യ എന്നൊക്കെ പറഞ്ഞ് സച്ചി പൊട്ടിക്കരയാ. അപ്പം നമ്മുടെ രേവതി ആശ്വസിപ്പിക്കുന്നുണ്ട് കേട്ടോ. അത് സച്ചിയേട്ടാ, വെറുതെ വിഷമിക്കേണ്ട, ഒന്നും ഇല്ലെന്നേ, സാരില്ല, നമുക്ക് സ്വന്തമായിട്ട് തന്നെ റൂം കെട്ടാലോ. ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞ് സച്ചിയേട്ടൻ വിഷമിക്കേണ്ട, റൂമിലേക്ക് വാ എന്ന് പറഞ്ഞ് രേവതി റൂമിലേക്ക് വിളിച്ചുകൊണ്ട് പോവുകയാണ് സച്ചിയെ. അപ്പോൾ സച്ചി റൂമിൽ ചെന്ന് കഴിയുമ്പോഴും സച്ചി ഇങ്ങനെ ഇരുന്ന് കഥയൊക്കെ പറഞ്ഞ് പൊട്ടിക്കരയാണ്. രേവതി, എന്താണെന്നറിയാവോ, എന്നെ ഇവർ എപ്പോഴും അവഗണിച്ചിട്ടേ ഉള്ളൂ. എന്നും എനിക്ക് അവഗണനയേ ഉണ്ടായിട്ടുള്ളൂ. ഞാൻ ഈ വീട്ടിലൊരു അന്യനെ പോലെയാണ് ജീവിക്കുന്നത്. അവർക്ക് 3 മക്കളായിട്ട് കൂടെ എന്നെ അവരൊരു അന്യനെ പോലെയാണ് കാണുന്നത്. എൻ്റെ അമ്മ ഒരിക്കലും എന്നെ ഒരു സ്വന്തം മോനെ പോലെ കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കരയാ. അപ്പോൾ രേവതിയും ചോദിക്കുക കേട്ടോ. സ്വാഭാവികമായിട്ടും രേവതിക്ക് സംശയം വന്നു. രേവതി ചോദിക്കുക, സച്ചിയേട്ടാ, എന്താ സച്ചിയേട്ടാ, ഞാനും ഇത് ചോദിക്കണമെന്ന് വെച്ചതാ. വന്ന കാലം തൊട്ട് ഞാൻ കാണുന്നതാ. മറ്റുള്ളവരെ പോലെയല്ല സച്ചിയേട്ടനെ നോക്കുന്നത്. അമ്മ എപ്പോഴും സച്ചിയേട്ടനെ വേർതിരിച്ച് കാണുന്നു. എന്നാൽ സുധിയേട്ടൻ അതുപോലെ തന്നെ ശ്രീകാന്തിനെയൊക്കെ ഒരുപാട് സ്നേഹിക്കുമ്പോഴും സച്ചിയേട്ടൻ അവരുടെ മോനല്ല എന്നുള്ള രീതിയിൽ പറയുന്നു. എന്താ, അമ്മയുടെ മോനല്ലേ സച്ചിയേട്ടൻ? ഇനി സച്ചിയേട്ടനെ എവിടെന്നെങ്കിലും അവർ എടുത്തു വളർത്തിയതാണോ? അപ്പോൾ സച്ചി ഇങ്ങനെ ചിരിക്കുക. എന്നിട്ട് പറയുന്നുണ്ട്, നിനക്കും തോന്നിയില്ലേ രേവതി, ഞാൻ ഈ വീട്ടിലൊരു അധികപ്പറ്റും അന്യനും ഒക്കെയാണെന്ന്? ഈ അവഗണന ഞാൻ ചെറുപ്പം മുതലേ അനുഭവിക്കുന്ന. കുട്ടിക്കാലം മുതലേ ഞാൻ അച്ചമ്മയുടെ കൂടെ നിന്നാണ് വളർന്നത്. എൻ്റെ അമ്മ കുറച്ച് നാളത്തേക്ക് എന്നെ അച്ചമ്മയുടെ കൂടെ കൊണ്ട് നിർത്തി, ഒരു 6 വർഷത്തേക്ക്. എന്താന്ന് വെച്ചാൽ അമ്മയ്ക്ക് സുധിയെയും അതുപോലെ തന്നെ ശ്രീകാന്തിനെയും ഒരുമിച്ച് നോക്കാൻ പറ്റാത്തത് കൊണ്ട് എന്നെ അച്ചമ്മയുടെ വീട്ടിലാണ് നിർത്തിയത്. പക്ഷേ അവിടെ നിന്ന് കഴിഞ്ഞും ഒരു സംഭവം ഉണ്ടായി. അതുകൊണ്ടാണ് പിന്നെ അമ്മയ്ക്ക് എന്നോട് ഒട്ടും സ്നേഹമില്ലാതായത്. എല്ലാം എൻ്റെ വിധി, അല്ലാതെ എന്ത് പറയാനാ? അപ്പോൾ ഉടനെ തന്നെ പറയാണ് രേവതി, എന്താ സച്ചേട്ടാ, മനസ്സിൽ എന്താ ഉള്ളതെന്ന് വെച്ചാൽ തുറന്നു പറ, എന്നാലല്ലേ അറിയാൻ പറ്റുള്ളൂ. എന്തുകൊണ്ടാണ് സച്ചേട്ടനെ അമ്മ വെറുക്കുന്നതെന്നുള്ള കാര്യം അറിഞ്ഞാൽ നമുക്കത് പറഞ്ഞ് മനസ്സിലാക്കാമല്ലോ. അപ്പോൾ സച്ചി പറയാം, ഏയ് അതൊന്നും വേണ്ട, അതൊന്നും ഇനി പറഞ്ഞ് മനസ്സിലാക്കാൻ പോവുകയും വേണ്ട. ഞാനിപ്പം അതിനോടൊക്കെ പൊരുത്തപ്പെട്ട് തന്നെയാണ് ജീവിക്കുന്നത്. മറ്റാരുടെ മേലിൽ ഇനി ഒരു പഴി ചാരാനോ ആരെയും കുറ്റപ്പെടുത്താനോ ഇപ്പോൾ ഉള്ള ഈ ഒരു അവസ്ഥയ്ക്ക് മാറ്റം വരുത്താനോ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല രേവതി. ഇതിങ്ങനെ അങ്ങ് പോട്ടെ, ഇതെൻ്റെ മനസ്സിൻ്റെ ഒരു സുഖമാണ് എന്നൊക്കെ സച്ചി പറയുക. അപ്പോൾ വീണ്ടും രേവതി ചോദിക്കുക, ഇല്ല, എനിക്കറിയണം എന്തുകൊണ്ടാണ് സച്ചിയേട്ടനെ അമ്മ ഇത്രയും വെറുക്കുന്നതെന്ന്. അച്ചമ്മയുടെ കൂടെ നിന്ന് വളർന്നെങ്കിലും പിന്നെ എല്ലാത്തിനും സച്ചിയേട്ടനൊരു വേർതിരിവല്ലായിരുന്നോ? സുധിയെയും അതുപോലെ ശ്രീകാന്തിനെയൊക്കെ പഠിപ്പിച്ചു. പക്ഷേ സച്ചിയേട്ടൻ അത്രയും പഠിച്ചിട്ടില്ല. അവർക്കൊക്കെ ഒരു ജോലി കിട്ടുന്നവരെ അമ്മ ചേർത്ത് നിർത്തി. പക്ഷേ സച്ചിയേട്ടൻ നേരത്തെ തന്നെ ഡ്രൈവർ ജോലിക്ക് പോയി. എപ്പോഴും ഏത് സമയം ഒരു അവഗണന. സച്ചിയേട്ടൻ്റെ കൂട്ടുകെട്ടുമൊന്നും അത്ര നല്ലതായിരുന്നില്ല. അതൊന്നും നിയന്ത്രിക്കാനും നേരെയാക്കാനും ഒന്നും അമ്മ ശ്രമിച്ചില്ല. സച്ചിയേട്ടൻ ഇങ്ങോട്ട് വരുന്നത് പോലും അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്തതുപോലെ എനിക്ക് തോന്നി. അതിൻ്റെയൊക്കെ കാരണം എന്താണെന്ന് എനിക്കറിയണം എന്ന് പറയുക. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, എന്തിനാ രേവതി ഇനി അതൊക്കെ ചെകഞ്ഞെടുക്കുന്നത്? അപ്പോൾ രേവതി പറയാം, ഇല്ല, എനിക്കറിയണം, അറിയാതെ പറ്റില്ല. എൻ്റെ സച്ചിയേട്ടൻ്റെ മനസ്സ് വേദനിക്കുന്ന കാണുമ്പം എനിക്ക് നല്ല പ്രയാസമുണ്ട്, അതുകൊണ്ടാണ്.
അപ്പം സച്ചി പറയാം, ഞാൻ നിന്നോട് പറയാം, പക്ഷെ നീ ഈ വിവരമൊന്നും അമ്മയോട് ചോദിക്കാനൊന്നും പോകണ്ട കേട്ടോ. ഇല്ല, ഞാൻ ചോദിക്കില്ല എന്ന് പറയാണ്. അപ്പോൾ ഉടനെ തന്നെ രേവതിയോട് പറയാം, അതെ, ഞാൻ അച്ചമ്മയുടെ അടുത്ത് നിന്ന് 6 വർഷം വളർന്നത്. അവിടെ അച്ചമ്മ എന്നെ നല്ല രീതിയിൽ തന്നെയാണ് നോക്കിയത്. നല്ല കാര്യങ്ങൾ പറഞ്ഞു തരികയും ചെയ്യുകയും ഒക്കെ ചെയ്തു. അങ്ങനെ ഞാൻ വളർന്നു വന്ന സമയത്ത് സ്കൂളിൽ പോകുന്ന സമയം ആ സ്കൂളിൽ തന്നെയായിരുന്നു സുധിയും ശ്രീകാന്തും ഒക്കെ പഠിച്ചത്. ആ സ്കൂളിൽ വെച്ചിട്ട് ഒരു സംഭവം ഉണ്ടായി. ശ്രീകാന്ത് ആ സ്കൂളിൽ ചെറിയ കുട്ടിയായിരുന്നു. അതേസമയം സുധിയാണെങ്കിൽ എന്നേക്കാൾ ഉയർന്ന ക്ലാസ്സിലും. സുധി ഒരു ദിവസം ഒരു തെറ്റ് ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് ശിക്ഷ അനുഭവിച്ചത് ഞാനാണ്. അതെന്താ സച്ചിയേട്ടാ, സുധി എന്ത് തെറ്റാ ചെയ്തത്? അത് സ്കൂളിൽ വെച്ച് ഹെഡ് മാസ്റ്ററിൻ്റെ തലയിലേക്ക് ഒരു വലിയ കല്ല് വെച്ചെറിഞ്ഞു. അയാൾ വലിയൊരു അപകടത്തിലേക്ക് തന്നെ പോയി. അയാൾ മരണത്തിൽ വരെ എത്തിപ്പെടുകയും ചെയ്തു. അങ്ങനെ ഒരു വലിയ തെറ്റ് ചെയ്ത സുധി ശിക്ഷിക്കപ്പെടേണ്ടതായിരുന്നു. പക്ഷേ എല്ലാവരും ഞാനാ തെറ്റ് ചെയ്തതെന്ന് പറഞ്ഞു. അത് പറയാൻ കാരണമുണ്ട്. ആ കള്ളൻ സുധി, അവൻ എൻ്റെ നേരെ ചൂണ്ടിക്കാണിച്ചു. ഇവനാണ് തെറ്റ് ചെയ്തതെന്ന് പറഞ്ഞപ്പം എല്ലാവരും അത് വിശ്വസിച്ചു. അച്ഛൻ പോലും വിശ്വസിച്ചു, അച്ഛമ്മയും വിശ്വസിച്ചു. ഞാൻ അങ്ങനെ ചെയ്യില്ല എന്ന് അച്ഛമ്മയും അച്ഛനും ഒക്കെ തർക്കിച്ചെങ്കിലും അമ്മ സുധി പറയുന്നതാ കേട്ടത്. എല്ലാവരും സുധി പറയുന്നതാ കേട്ടത്. ഞാൻ പല പ്രാവശ്യം അത് മാറ്റിപ്പറയാൻ ശ്രമിച്ചെങ്കിലും ആരും അത് സമ്മതിച്ചു തന്നില്ല. അങ്ങനെ ഞാനൊരു തെമ്മാടിയും താന്തോന്നിയും ഒക്കെ ആയി. അങ്ങനെ എന്നെ ദുർഗുണപരിഹാര പാഠശാലയിലേക്ക് പറഞ്ഞു വിടുകയായിരുന്നു. അങ്ങനെ ജുവൈനൈൽ ഹോമിൽ 3-4 വർഷം ഞാൻ ജീവിച്ചു. അതിനുശേഷം തിരിച്ചു വന്നപ്പോഴേക്കും എൻ്റെ ജീവിതം ഒരു വഴിമുട്ടിയിരുന്നു. പഠിത്തമൊക്കെ പാതി വഴിയിൽ നിന്ന് പോകുന്ന അവസ്ഥ. പിന്നെയും ഞാൻ അച്ചമ്മയുടെ കൂടെ തന്നെ ജീവിച്ചു. പക്ഷേ ആ സമയം അമ്മ എന്നെ തിരിച്ച് വീട്ടിലേക്ക് കയറ്റാൻ പോലും കൂട്ടാക്കിയില്ല. എന്നെപ്പോലെ ഒരു താന്തോന്നി ഈ വീട്ടിൽ വന്ന് താമസിച്ചാൽ ഇവിടെയുള്ള സുധിയും ശ്രീകാന്തും ഒക്കെ വഴിപഴച്ചു പോകുമെന്ന് അമ്മ പറഞ്ഞു. അതുകൊണ്ട് അച്ചമ്മയുടെ വീട്ടിൽ തന്നെ നിന്ന് വളർന്നാൽ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മ എന്നെ കാണാൻ വരാതെ പോലും ആയി. എന്നെ ഈ വീട്ടിലേക്ക് കയറ്റാതെയായി. ഇവർക്ക് ഞാനൊരു അന്യനായി. അതിനൊക്കെ ശേഷമാണ് ഇത്രയും വളർന്ന് ജോലിയൊക്കെ ആയിക്കഴിഞ്ഞ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അതുവരെ എന്നെ എല്ലാവരും വെറുക്കായിരുന്നു. ഇപ്പോഴും അമ്മയുടെ ഉള്ളിലുള്ള ആ വെറുപ്പ് അതാണ്. സത്യം പറഞ്ഞാൽ ഈ തെറ്റ് ചെയ്തത് സുധിയാണ്. പക്ഷെ അവൻ വിളിച്ചു പറഞ്ഞു ഞാനാണെന്ന്. ആരും അറിയാത്ത സത്യ രേവതി. ഞാൻ പറഞ്ഞിട്ട് ആരും മനസ്സിലാക്കാത്ത സത്യ. അച്ചമ്മയ്ക്ക് പോലും ഈ വിവരം അറിയില്ല എന്ന് പറയുമ്പോൾ രേവതിക്ക് ഭയങ്കര വിഷമാവുക. രേവതി പറയുന്നുണ്ട്, അത് സച്ചേട്ടാ, എന്നിട്ട് ഈ വിവരം ആരോടും പറഞ്ഞില്ലേ? ഇപ്പോഴും സച്ചിയേട്ടൻ ഇത് പറയാറുന്നില്ലേ? അച്ഛനോട് പറയാറുന്നില്ലേ? അപ്പോൾ സച്ചി പറയാ, അച്ഛന് സുധിയെ കുറ്റപ്പെടുത്താൻ പറ്റില്ലായിരുന്നു. സത്യങ്ങളൊക്കെ അറിഞ്ഞപ്പം അച്ഛനും എൻ്റെ തലയിലേക്ക് തന്നെ കുറ്റം വച്ചു. ആ കുറ്റം ഞാനങ്ങ് ഏറ്റെടുത്തു. അച്ഛൻ എന്നോട് പറഞ്ഞു, ഏതായാലും മോനെ നിന്നെ പറഞ്ഞു, ഇനി സുധിയെ കുറ്റപ്പെടുത്തണ്ട, വെറുതെ ചന്ദ്രയെ വിഷമിപ്പിക്കണ്ട. ചന്ദ്രയുടെ ഏറ്റവും പ്രിയപ്പെട്ട മകനാണ് സുധി. അവന് വിഷമം വന്നാൽ ചന്ദ്ര സഹിക്കില്ല. അതുകൊണ്ട് മോനെ നീ ഏറ്റെടുക്കണം എന്ന് പറഞ്ഞത് എൻ്റെ അച്ഛനാണ്. അപ്പോൾ രേവതി പറയാം, ഇതൊക്കെ അറിഞ്ഞിട്ടും അച്ഛൻ അമ്മ ഈ കാണിക്കുന്നതിനെല്ലാം കൂട്ടു നിൽക്കുന്നുണ്ടല്ലോ എന്ന് പറയാണ്. അപ്പോഴേക്കും സച്ചി പറയാ, അതൊന്നും സാരില്ല, അങ്ങനെയൊക്കെ മതി. എന്നാലും ഇപ്പോഴും ഇവിടെ ഒരു അന്യനെ പോലെ ഞാൻ നിൽക്കുമ്പം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല രേവതി എന്ന് പറയാം. അപ്പോൾ രേവതിക്ക് അങ്ങ് ഭയങ്കര വിഷമമായിട്ട് രേവതി ഇങ്ങനെ ആലോചിക്കുക, ഈ വിവരമൊന്നും ആരും അറിഞ്ഞിട്ടില്ലല്ലോ, എന്നിട്ടും പാവം സച്ചിയേട്ടനെ എല്ലാവരും കുറ്റപ്പെടുത്തുകയാണല്ലോ, ഇപ്പോഴും സുധി തെറ്റ് ചെയ്തിട്ട് നല്ലവൻ ചമഞ്ഞ് നടക്കുകയാണല്ലോ എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുകയാണ്. രേവതിക്ക് സഹിക്കാൻ വേണ്ടി രേവതി രാത്രി തന്നെ അച്ചമ്മയെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, അച്ചമ്മേ ഒരു കാര്യം പറയാനാണ് ഞാൻ വിളിച്ചതെന്ന് പറയാം. എന്താ മോളെ ഈ രാത്രി വിളിക്കുന്നേ? അത് ഇവിടെ സച്ചിയേട്ടൻ്റെ കാര്യമാണ്. സച്ചിയേട്ടൻ ഇവിടെ ഭയങ്കര വിഷമത്തിലാണ്. കാരണം ഒരു റൂം കിട്ടുന്ന കാര്യത്തിൽ ഇവിടെ വഴക്കുണ്ടായിക്കൊണ്ടിരിക്കുമ്പം സുധി പറയുകയും ചെയ്തു സച്ചിയേട്ടൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ. അങ്ങനെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നുള്ള അവസ്ഥ വന്നപ്പം സച്ചിയേട്ടൻ ആകെപ്പാടെ നിയന്ത്രണം വിട്ട് വന്നിരിക്കുന്ന അവസ്ഥയാണ്. എപ്പോഴും ഈ വീട്ടിലെല്ലാവരും സച്ചിയേട്ടനെ മാറ്റി നിർത്തുക. അത് കുറച്ചൊന്നുമല്ല സച്ചിയേട്ടനെ വിഷമിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അച്ചമ്മ പറയാ, അത് നേരാ, ചന്ദ്രയ്ക്ക് സച്ചിയോടൊരു അടുപ്പക്കുറവുണ്ട്. അതിന് കാരണമുണ്ട്. സച്ചി എൻ്റെ കൂടെ നിന്നാണ് വളർന്നത്. അവിടെ വെച്ച് അവൻ ചെറിയൊരു അപകടത്തിൽ പെടുകയാണ് ചെയ്തത്. അത് കാരണം സച്ചിയെ വിശ്വസിക്കാനോ വീണ്ടും തിരിച്ചു കയറ്റാനോ ഒന്നും ചന്ദ്രയ്ക്ക് യാതൊരു താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ടാണ് സച്ചി ഇങ്ങനെയൊക്കെ ആയിപ്പോയത് എന്ന് പറയുകയാണ്. അപ്പോൾ രേവതി അച്ചമ്മയോട് പറയാണ്, അത് അച്ചമ്മേ ഒരു കാര്യം പറയട്ടെ, സച്ചിയേട്ടൻ ഇന്ന് എന്നോടൊരു സത്യം പറഞ്ഞു. ആരോടും അതൊന്നും പറയണ്ടെന്ന് പറഞ്ഞിട്ട് ആ മനുഷ്യനത് പറഞ്ഞത്. പക്ഷേ അച്ചമ്മ ഇപ്പം ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഇതെനിക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല.
അപ്പോൾ അച്ചമ്മ ചോദിക്കുകയാണ്, എന്താ എന്താ രേവതി? അത് സച്ചിയേട്ടനല്ല ആ തെറ്റ് ചെയ്തത്. പിന്നെ പിന്നെ ആരാ ചെയ്തത്? ശ്രുതിയാണത് ചെയ്തത്. എന്നിട്ട് സച്ചിയേട്ടൻ്റെ തലയിൽ അത് വയ്ക്കുകയായിരുന്നു ചെയ്തത്. അച്ഛനും കുറച്ചൊക്കെ കാര്യങ്ങളുടെ സത്യാവസ്ഥ അറിയാം. അമ്മയ്ക്ക് വിഷമമാവണ്ടല്ലോ എന്ന് വെച്ച് അച്ഛനും സച്ചിയേട്ടനോട് അത് ഏറ്റെടുക്കാൻ പറഞ്ഞതാ. അല്ലാതെ സച്ചിയേട്ടനല്ല ആ തെറ്റ് ചെയ്തത്. ആ പാവം വെറുതെ അത്രയും വർഷങ്ങൾ ജുവൈനൽ ഹോമിൽ കഴിഞ്ഞ് ആ മനുഷ്യൻ്റെ ജീവിതം തകർത്തു. എന്നിട്ടും ശ്രുതി പറയുന്നത് ഇപ്പോഴും എല്ലാവരും വിശ്വസിക്കുന്നത്. എന്ത് കാര്യത്തിലും ശ്രുതിക്കൊരു കള്ളത്തരമുണ്ട്. ആ കള്ളത്തരമാണ് അന്ന് സച്ചിയേട്ടൻ്റെ മേലിൽ ഉപയോഗിച്ചത്. ശ്രുതി അന്ന് കള്ളത്തരമാണ് പറഞ്ഞത്. കള്ളം പറഞ്ഞ് അമ്മയെ വിശ്വസിപ്പിക്കുക ചെയ്തത്. പാവം സച്ചിയേട്ടൻ ഇന്നും ആ പാപഭാരം ഏറ്റുകൊണ്ട് നടക്കുക. അമ്മ ഇന്നും സച്ചിയേട്ടനെ വെറുത്തോണ്ടിരിക്കുക. ഇപ്പോഴും ആ മനുഷ്യൻ നീറി കഴിഞ്ഞുകൊണ്ടിരിക്കുക എന്നൊക്കെ രേവതി പറയുമ്പം അച്ചമ്മയ്ക്ക് അങ്ങ് വിഷമാവുക. അച്ചമ്മ പറയുന്നുണ്ട്, മോളെ ഇത് സത്യമാണോ? എന്നിട്ട് ഇതുവരെ അവൻ എന്നോട് പോലും അത് പറഞ്ഞിട്ടില്ലല്ലോ. എന്ത് കാര്യമുണ്ടെങ്കിലും എന്നോട് പറയുന്നതാ അവൻ. എന്നിട്ട് ഇത് എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ രേവതി പറയാണ്, അത് പറയാൻ അദ്ദേഹം ഇപ്പോഴും ആഗ്രഹിക്കുന്നില്ല അച്ചമ്മേ. പക്ഷേ എന്നോട് പറഞ്ഞു. ഞാനിപ്പോൾ ഇതും അച്ചമ്മയോടും പറഞ്ഞു. എൻ്റെ മനസ്സിൻ്റെ വിഷമം കൊണ്ട് അച്ചമ്മയെ ഞാനിപ്പോൾ ഇത് പറഞ്ഞത് എന്നൊക്കെ രേവതി പറയാണ്. അങ്ങനെ ആവുമ്പം അച്ചമ്മയ്ക്കും ഇത് കേൾക്കുമ്പോൾ ഭയങ്കര വിഷമാവുക. അങ്ങനെ അച്ചമ്മ രാവിലെ തന്നെ വരികയാണ് കേട്ടോ ചന്ദ്രോദയത്തിലേക്ക്. ഈ വിവരം പറഞ്ഞ് ചന്ദ്രയെ മനസ്സിലാക്കണം എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടെ അങ്ങനെ ചന്ദ്രോദയത്തിലേക്ക് അച്ചമ്മ വരികയാണ്. വന്നു കഴിയുമ്പോഴേക്കും അച്ചമ്മയെ കാണുമ്പോൾ ചന്ദ്ര ഇറങ്ങി വരിക. ആഹാ, അമ്മ വന്നോ? വാ അകത്തേക്ക്. എന്താ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ വന്നത്? ഒന്ന് വിളിച്ചു പറഞ്ഞിട്ട് വന്നൂടായിരുന്നോ എന്നൊക്കെ ചന്ദ്ര ചോദിക്കുക. അപ്പം അച്ചമ്മ പറയുന്നുണ്ട്, എന്താടി എനിക്കിങ്ങോട്ട് വരണമെങ്കിൽ ഞാൻ വിളിച്ചു പറയണോ? വിളിച്ചു പറയാതെ എനിക്കിങ്ങോട്ട് വരാൻ മേലെന്നുണ്ടോ? അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, ഏയ് അങ്ങനെയൊന്നുമല്ല ഞാൻ പറഞ്ഞത് കേട്ടോ. ഞാൻ പറഞ്ഞേ ഉള്ളൂ. വാ കയറി വാ. അപ്പോൾ അതുപോലെ ശ്രുതിയും അവിടെ നിൽക്കുന്ന കാണുകയാണ് അച്ചമ്മ. അപ്പോൾ ശ്രുതി അച്ചമ്മേ കയറി വാ എന്ന് പറയുമ്പം അച്ചമ്മ ഒരു മൈൻഡില്ലാതെ കയറി പോവുക. ശ്രുതി ഒന്ന് സൂക്ഷിച്ചു നോക്കുന്നുണ്ട് കേട്ടോ. അത് കാണുമ്പോൾ ശ്രുതി ചോദിക്കുക, എന്താ അച്ചമ്മേ എന്നെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നത്? വന്നപ്പോൾ തന്നെ എന്നോട് ഒടുക്കാനുള്ള ഭാവമാണോ എന്ന് ചോദിക്കുമ്പം പറയാ, നീ എന്നോട് സംസാരിക്കണ്ട. നിന്നോട് എനിക്ക് ചില കാര്യങ്ങളൊക്കെ ചോദിക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ മറുപടി നീ പറയാനായിട്ട് നിന്നാൽ മതി കേട്ടോ എന്ന് പറയാ. എന്നിട്ട് ശ്രുതി പറയുന്നുണ്ട്, അച്ചമ്മേ വാ കയറി വാ, ഞാൻ കാപ്പി എടുക്കട്ടെ എന്ന് ചോദിക്കുക. അപ്പോൾ അച്ചമ്മ പറയാ, നീയല്ലല്ലോ ഇവിടെ കാപ്പി എടുക്കാറ്. ഞാൻ വരുമ്പം എനിക്ക് കാപ്പി എടുത്ത് തരാറുള്ളത് രേവതിയാണല്ലോ. അവളെവിടെ? രേവതി മോളെവിടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ ചന്ദ്ര പറയും, വന്ന് കയറിയപ്പോഴേ രേവതി അന്വേഷിക്കാൻ തുടങ്ങിയത് ആ മാലകെട്ടുകാരിയെ. എന്നാ ദേ ശ്രുതി നിൽക്കുന്നു. വർഷമോള് മുറിയിലുണ്ട്. അവരെ ആരെയാ അമ്മയ്ക്ക് അന്വേഷിക്കണ്ടേ? രേവതി അന്വേഷിച്ചാൽ മതിയോ? അതെ, രേവതി എനിക്ക് അറിയേണ്ടത്. അവളാ എൻ്റെ കാര്യങ്ങൾ ഇവിടെ വരുമ്പോൾ നോക്കാറുള്ളത്. അവളോടാ എനിക്ക് സ്നേഹമുള്ളത്. അതുകൊണ്ടാണ് ഞാൻ അവളെ അന്വേഷിച്ചത്. എന്താ സച്ചി എവിടെ? അവനും ഇല്ലേ ഇവിടെ? ഈ വീട്ടിൽ നിന്ന് എന്താ അവരെ ഇറക്കി വിട്ടോ? രവി, സച്ചിയും രേവതിയും ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടോ? അത്രയ്ക്കൊക്കെ ആയോ എന്ന് അച്ചമ്മ ചോദിക്കുക. അപ്പം രവി പറയുന്നുണ്ട്, ഇല്ലമ്മേ, എന്താ അമ്മ എങ്ങനെ ചോദിച്ചേ? അങ്ങനെ ഇവിടെ പ്രശ്നമൊന്നുമില്ലല്ലോ. അല്ല, നീ പ്രശ്നമൊന്നുമില്ലെന്ന് പറഞ്ഞാലും ഈ ശ്രുതി ഇവൻ സച്ചിയോടും രേവതിയോടും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ പറഞ്ഞു എന്ന് ഞാൻ അറിഞ്ഞല്ലോ. അങ്ങനെ ഇറങ്ങിപ്പോകേണ്ടവനാണോ സച്ചി? ആണോ രവി എന്ന് ചോദിക്കുമ്പം രവി പറയുന്നുണ്ട്, ഇല്ലമ്മേ, അങ്ങനൊന്നും ഉണ്ടില്ല. അതവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എന്തൊക്കെയോ പറഞ്ഞപ്പം അങ്ങനൊന്ന് പറഞ്ഞെന്നേ ഉള്ളൂ എന്ന് പറയാണ്. അപ്പോഴേക്കും ചന്ദ്ര പറയും, അമ്മ ഇതൊക്കെ അറിഞ്ഞിട്ടുള്ള വരവാണല്ലേ? ഇതൊക്കെ ആരാ അമ്മയോടിപ്പോൾ വിളിച്ച് പറഞ്ഞത്? സച്ചിയെ രേവതി എവിടെ നിന്ന് ഇറക്കി വിടാൻ പോവാന്ന് ഞങ്ങളാരും പറഞ്ഞില്ലല്ലോ. പിന്നെ ഈ രഹസ്യമൊക്കെ ആരാ വിളിച്ചു പറഞ്ഞത്? അവളായിരിക്കും, ആ പൂകെട്ടുകാരി അല്ലേ? അവൾ അപ്പം തന്നെ ആ വിവരം വിളിച്ച് അവിടെ അറിയിച്ചു. ഏതായാലും കൊള്ളാം. ഏഷണിക്കും കുശുമ്പിനും ഒന്നും ഒരു കുറവുമില്ലല്ലോ അവക്ക്, ആ രേവതിക്ക് എന്ന് ചന്ദ്ര പറയുക. അപ്പോൾ ഉടനെ തന്നെ അച്ചമ്മ പറയുന്നുണ്ട്, ചന്ദ്രേ, നീ ഒരക്ഷരം മിണ്ടരുത്. നീ രേവതി മോളെ കുറ്റം പറയാനുള്ള ഒരു അവകാശവും നിനക്കില്ല. നിന്റെ മരുമകളായിട്ട് പോലും നീ അവളെ അംഗീകരിച്ചിട്ടില്ല. അവൾ ഈ വീട്ടിൽ ഒരു വേലക്കാരിയെ പോലെ ജോലി ചെയ്യുന്നത്. അവൾ ജോലി ചെയ്തുണ്ടാക്കുന്നതിൻ്റെ വീതം ഈ വീട്ടിലേക്ക് തരികയും ചെയ്യുന്നുണ്ട്. പിന്നെ നീ അവളെ ഭരിക്കാൻ ചെല്ലരുത് ചന്ദ്രേ, കേട്ടോ എന്ന് പറയുമ്പം ചന്ദ്ര ഇങ്ങനെ മിണ്ടാതെ നിൽക്കുക. അപ്പോഴേക്കും സച്ചി അങ്ങോട്ട് വരികയാണ്, രേവതിയും വരികയാണ്. അപ്പോൾ അച്ചമ്മ അവരുടെ അടുത്ത് ചെന്നിട്ട് പറയാ, സച്ചി, എന്താ മോനെ നിന്റെ മുഖമൊന്ന് വാടിയിരിക്കുന്നത്? ഇന്നലെ വഴക്കുണ്ടായല്ലേ എന്ന് ചോദിക്കുമ്പോൾ സച്ചി ചോദിക്കുക, അച്ചമ്മയോട് ഇതാരാ പറഞ്ഞത്? അത് വെറുതെ ഈ പെരുങ്കള്ളൻ ശ്രുതി അവൻ എന്നോടും രേവതിയോടും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിക്കോളാൻ. അല്ലേലും അച്ചമ്മയ്ക്ക് അറിയാലോ, എനിക്ക് ഈ വീട്ടിൽ ഒരവകാശം ഇല്ലാത്ത പോലെ ഇവരെല്ലാം പെരുമാറുന്നത്.
ഞാൻ ഇവരുടെ ആരുടെയും മോനല്ലെന്നാ തോന്നുന്നത്. നേരത്തെ മുതലേ അങ്ങനെയാണല്ലോ. അപ്പം അച്ചമ്മ പറയാ, അല്ല മോനെ, അങ്ങനെയല്ല, നീ അങ്ങനെയല്ല. നിന്നെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും ഇവർക്കാർക്കും അറിയില്ലാത്തത് കൊണ്ടാ. പക്ഷേ ഈ സത്യങ്ങളൊക്കെ അറിയാവുന്ന ഒരുത്തൻ ഇവിടെ ഉണ്ടല്ലോ, ഈ സുധി. എന്നിട്ട് ഇവൻ എല്ലാം മറച്ചു വെച്ചിരിക്കുകയല്ലേ. അതുപോലെ രവി, ചന്ദ്രയ്ക്ക് അറിയാൻ മേലാത്ത പല കാര്യങ്ങളും നിനക്കും അറിയാമല്ലോ. എന്നിട്ട് സച്ചിമോനെ കുറിച്ചുള്ള സത്യം നീ മറച്ചു വെച്ചിരിക്കല്ലേ. എന്തിനാ രവി നീ അങ്ങനെ ചെയ്തത്? നിന്റെ മൂത്ത മോനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ, അതോ ചന്ദ്രയെ സന്തോഷിപ്പിക്കാനോ? എന്നും എൻ്റെ കുഞ്ഞ് ഈ വീട്ടിൽ നിന്ന് അവഗണനയല്ലേ അനുഭവിച്ചിട്ടുള്ളൂ. എത്ര വർഷമായി സച്ചി ഇവിടെ അവഗണന അനുഭവിച്ച് ജീവിക്കുന്നു. ചന്ദ്ര ഒരു മകനായിട്ട് പോലും അവനെ കാണുന്നില്ല, അവനോട് സംസാരിക്കുന്നില്ല. വെറുപ്പും വിദ്വേഷവും നിറഞ്ഞ വാക്കുകൾ മാത്രം ഉപയോഗിക്കുക അവനോട്. അങ്ങനെ ഉണ്ടായിട്ട് പോലും എന്താ ആരും ഒന്നും പറയാത്തത്? അപ്പം രവി ചോദിക്കുക, എന്താ അമ്മ ഇപ്പോൾ, എന്താ പ്രത്യേകിച്ച് എന്ന് ചോദിക്കുക. അപ്പം ചന്ദ്രയും ചോദിക്കുന്നുണ്ട്, എന്താ എന്താ ഇപ്പം പ്രത്യേകിച്ച്? ഈ രേവതി ഇവളെ എന്തൊക്കെയാ അമ്മയോട് വിളിച്ച് പറഞ്ഞത്? അമ്മ രാവിലെ ഇങ്ങോട്ട് വന്നപ്പോഴേ എനിക്ക് തോന്നി എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്ന്. ഓ, ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ പൊടിപ്പും തൊങ്ങലും വച്ച് ഈ കേമി വിളിച്ച് പറയുന്നുണ്ടല്ലേ. അപ്പം അച്ചമ്മ പറയാണ്, ഉണ്ടെങ്കിൽ എന്താ, എൻ്റെ സച്ചിമോനൊരു വിഷമം ഉണ്ടായപ്പം അതാ അവൾ എന്നോട് വിളിച്ച് പറഞ്ഞത്. അവൾ വിളിച്ചു പറഞ്ഞതിൽ എന്താ കാര്യം? നിനക്കറിയാം ചന്ദ്രേ, എൻ്റെ കൂടെ നിന്നല്ലേ അവൻ വളർന്നത്. അവനെ ഞാൻ നല്ല രീതിയിൽ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് തന്നെയാണ് വളർത്തിയത്. മോശമായിട്ട് ഒരു രീതിയിലും എൻ്റെ കുഞ്ഞു പോയിട്ടില്ല. അപ്പം ചന്ദ്ര പറയും, ഓ, ആ ചരിത്രമൊന്നും അമ്മ പറയണ്ട. അവൻ നല്ല രീതിയിൽ തന്നെ അമ്മയുടെ അടുത്ത് നിന്ന് വളർന്നത്. അതുകൊണ്ടല്ലേ ചെറുപ്പത്തിൽ തന്നെ ഒരു വിഷയം ഉണ്ടാക്കി. പിന്നെ വളർന്നു വന്നപ്പോഴും ഒരു മുക്കുടിയനും തോന്നിയവാസിയും അഹങ്കാരിയും ഗുണ്ടയും ഒക്കെ ആയി മാറിയത് അമ്മ നല്ലത് പറഞ്ഞു കൊടുത്ത് വളർത്തിയിട്ടല്ലേ. ഓഹോ, നീ എന്നെ ഭരിക്കാൻ വരികയാണോ? നീ മിണ്ടാതെ നിന്നോണം. നിന്റെ കയ്യിലിരിപ്പോണ്ടാ സച്ചി അങ്ങനെ ആയത്. നിനക്കറിയോ? ഇപ്പൊ അവൻ മാറിയില്ലേ. അവൻ്റെ കൂടെ രേവതി കൂടിയപ്പം അവൻ വിവാഹം കഴിച്ച് രേവതി ഇവിടെ വെട്ടി വന്നതുകൊണ്ടല്ലേ അവൻ ഇങ്ങനെ മാറിയത്. ഇല്ലായിരുന്നെങ്കിൽ ഇപ്പം എൻ്റെ കുഞ്ഞിൻ്റെ അവസ്ഥ എന്താവുമായിരുന്നു? നീ അവനോട് കാണിച്ച ദോഷങ്ങളുടെ എല്ലാം ഫലമായിട്ട് അവൻ അങ്ങനെയൊക്കെ ആയത്. സ്വന്തം പെറ്റതള്ള അവനെ തിരിഞ്ഞു നോക്കാതെ വരുമ്പം ആ കുഞ്ഞിൻ്റെ മനസ്സ് എന്തുമാത്രം വിഷമിക്കും. അതുകൊണ്ട് അവൻ തെറ്റുകളിലേക്ക് പോയതാ. ഇപ്പം അവനെ സ്നേഹിക്കാൻ ഈ രേവതി വന്നപ്പം അവൻ്റെ മാറ്റം നീ കാണുന്നുണ്ടോ? ഇപ്പം ഇവൾ ഈ വീട്ടിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ എൻ്റെ കുഞ്ഞിൻ്റെ അവസ്ഥ എന്താവുമായിരുന്നു? ഓ, അമ്മ ഇപ്പം അവൻ്റെ പുരാണം പറയാൻ വന്നതായിരിക്കും അല്ലേ എന്ന് പറയാ ചന്ദ്ര. അപ്പം പറയാ, അതെ, ഒരു സത്യം ഞാൻ പറയാൻ വന്നതാ. ഇവൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകേണ്ടവനോ അവഗണന സഹിക്കേണ്ടവനോ അല്ല ചന്ദ്രേ. നിന്റെ മോനാണ് അവൻ. പിന്നെ നീ അവനെ മാറ്റി നിർത്തിയത് എന്തുകൊണ്ടാണെന്നുള്ള സത്യം നിനക്കറിയാവല്ലോ. അവൻ അന്നൊരു തെറ്റ് ചെയ്തു എന്ന പേരിലല്ലേ നീ അത് ചെയ്തത്. പക്ഷേ സച്ചിയല്ല ആ തെറ്റ് ചെയ്തത്. ആ തെറ്റ് ചെയ്തത് നിന്റെ മൂത്ത മോൻ സുധിയാണ്. എന്നിട്ട് ആ പെരുങ്കള്ളൻ അവൻ വിളിച്ചു പറഞ്ഞില്ലേ സച്ചിയാണെന്ന്. അത് നീയും മറ്റുള്ളവരും വിശ്വസിച്ചില്ലേ. ദേ ഈ രവി, അവൻ അറിഞ്ഞോണ്ട് തന്നെ സച്ചിയെ കരുവാക്കുമായിരുന്നില്ലേ. ഞാൻ ഈ വിവരങ്ങളൊന്നും അന്ന് അറിഞ്ഞില്ല. അന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ എൻ്റെ കുഞ്ഞിന് ഈ ഗതി വരില്ലായിരുന്നു. അവനെ ജുവനൈൽ ഹോമിലേക്ക് പറഞ്ഞു വിടുമ്പോഴും ഈ കള്ളൻ, ഈ സുധി, ഇവൻ ചിരിക്കായിരുന്നു. ഇവൻ ചെയ്ത തെറ്റാ അത്. എന്നിട്ട് അത് സച്ചിയുടെ തലയിൽ വെച്ചതാ. ഇപ്പോഴും ഇവൻ എന്തെല്ലാം തെറ്റുകൾ ചെയ്തു കൂട്ടുന്നുണ്ട്. എത്ര കാര്യങ്ങളിൽ ഇവൻ നുണ പറയുന്നുണ്ട്. അന്ന് തൊട്ട് തുടങ്ങിയതാ. ഇപ്പോഴും ഇവൻ പല നുണകളും പറഞ്ഞ് കള്ളത്തരങ്ങളും പറഞ്ഞ് അങ്ങനെയല്ലേ പാവം രതിയുടെ 50 ലക്ഷം രൂപ ഇവൻ അടിച്ചോണ്ട് പോയത്. എന്തെല്ലാം ദോഷങ്ങൾ ചെയ്തു. ആ ഒരു കാര്യവും അവൻ അങ്ങനെ ചെയ്തതാ. അപ്പം ചന്ദ്ര പറയാ, അല്ല, ഒരിക്കലും അല്ല. ഇപ്പം ദേ നിങ്ങളെല്ലാവരും കൂടെ സുധിയുടെ തലയിലേക്ക് എടുത്തിടുന്ന ഇത് കേട്ടോ എന്ന് പറയുമ്പം രവിയും പറയാ, ചന്ദ്രേ, അങ്ങനെയല്ല, സത്യം അത് തന്നെയാ, സുധി തന്നെയാ ഇത് ചെയ്തതെന്ന് പറയാ. അപ്പോൾ സുധിയോട് ചോദിക്കുക ചന്ദ്ര, സുധി, എടാ സത്യം പറയടാ, ഇത് എന്താണ് സംഭവം? അന്ന് അന്ന് സാറിൻ്റെ തലയിൽ കല്ലെടുത്ത് എറിഞ്ഞത് നീ ആണോ അതോ ഇവനാണോടാ? നീ പറയടാ സത്യം, നീ അന്ന് എന്നോട് പറഞ്ഞതല്ലേടാ എന്നൊക്കെ ചോദിക്കുക. അപ്പോഴേക്കും നമ്മുടെ സച്ചിയും ചെല്ലുക. എന്നിട്ട് പറയാം, പറയടാ സത്യം, ഞാൻ ഇത്രയും നാളും മറച്ചു വെച്ച സത്യം നീ പറയടാ എന്ന് പറയാം. അപ്പം പേടിച്ചിട്ട് നമ്മുടെ സുധി സത്യങ്ങളെല്ലാം പറയാം. ശരിയാ, ഞാനാ ചെയ്തത്. എന്നിട്ട് ഇവനാണെന്ന് ഞാനന്ന് പറഞ്ഞതാ. അന്ന് ചെറുപ്പകാലത്ത് എനിക്ക് അത്രേ ഓർമ്മയുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞതാ. എന്നോട് ക്ഷമിക്കണം അമ്മേ എന്ന് പറയുമ്പം ചന്ദ്ര പറയാ, എടാ അപ്പം നീ ചെയ്ത തെറ്റാണോ ഇവൻ്റെ തലയിൽ വെച്ചത്? എന്നിട്ട് ഈ പാവം ഇത്രയും നാളും അത് അനുഭവിച്ചില്ലേ? ഞാൻ ഇവനെ വെറുക്കാനുള്ള ഏക കാരണം അതാ. അതിന് കാരണക്കാരൻ നീയല്ലേ. എന്നിട്ട് നീ അത് തുറന്നു പറഞ്ഞോ? ഇപ്പോഴും നീ കാണിക്കുന്ന കള്ളത്തരങ്ങൾക്കൊക്കെ ഞാൻ കൂട്ടു നിൽക്കുകയല്ലേ. എടാ, ഇനി മേലാ നീ ഈ വീട്ടിൽ വേണ്ട. ഇങ്ങനെ ഒരു കള്ളത്തരം പറഞ്ഞിട്ട് നീ ഇവിടെ നിൽക്കാമെന്ന് വിചാരിക്കണ്ട. അന്ന് തൊട്ട് ഇന്ന് വരെ നീ എന്നെ പറ്റിക്കായിരുന്നു അല്ലേടാ സുധി എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും സച്ചിൻ പറയാണ്, എടാ നീ അന്ന് തൊട്ട് നിനക്ക് വേണ്ടി ഞാൻ ഒഴിഞ്ഞു തരുമായിരുന്നു.
എന്നിട്ടും നീ എന്നെ ചതിക്കുക, ഇപ്പോഴും നീ എന്നെ ചതിച്ചോണ്ടേ ഇരിക്കുക അല്ലേ എന്ന് പറയാ. അപ്പം ചന്ദ്ര സച്ചിയോട് പറയുന്നുണ്ട്, മോനെ സച്ചി, നീ നീ അന്ന് ആ തെറ്റ് ചെയ്തെന്ന് വെച്ചാൽ നിന്നെ ഞാൻ വെറുത്തത്. ദേ ഇവൻ ഇങ്ങനെ ഒരു കളത്തരം പറഞ്ഞെന്ന് ഞാൻ വിചാരിച്ചില്ല. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മകനായിരുന്നു ദേ ഇവൻ അങ്ങനെ ഒരു നുണ എന്നോട് പറയുമെന്ന് ഞാൻ ഓർത്തില്ല. അതുകൊണ്ടല്ലേ എൻ്റെ പൊന്നു മോനെ നിനക്ക് ഈ അവസ്ഥ വന്നത്. നീ ഈ അമ്മയോട് മാപ്പ് തരണം, നീ അമ്മയ്ക്ക് മാപ്പ് തരണം. ഞാൻ ചെയ്തത് വളരെ വലിയ തെറ്റാ. നിന്റെ എത്ര വർഷങ്ങളാണ് ഞാൻ നശിപ്പിച്ചത്. ഇവൻ ഒരൊറ്റം കാരണാ. ഇപ്പം അമ്മ ഇത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും ഞാൻ അറിയില്ലായിരുന്നു. ഇപ്പോഴെങ്കിലും ഞാൻ ഇത് അറിഞ്ഞത് നന്നായി. ഇതിനെനിക്ക് പ്രായശ്ചിത്തം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് കൈ കൂപ്പി പിടിച്ചുകൊണ്ട് ചന്ദ്ര സച്ചിയുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്